എന്താ അമ്മേ? അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ആദ്യമായിട്ട് കാണുന്നത് പോലെ. ഞാൻ പറഞ്ഞില്ലേ, മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ തോന്നുന്നു. ഇന്നലെ രാത്രി കൊണ്ടുണ്ടായ ഭാരമൊക്കെ അങ്ങ് പോയി കാണുന്ന ഞാൻ കരുതിയെ. രാവിലെ അതും കൊണ്ടാണോ എണീറ്റേ? വാക്കാണോ? വാക്കാണ്. ഇതെനിക്ക് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ മമ്മിയുടെ മുന്നിലേക്ക് വരികയില്ല. ഉറപ്പാണ് മമ്മി. ഞാനൊന്നും മനസ്സിരുത്തി ആലോചിച്ചപ്പോ എന്റെ ജീവനേക്കാളും 1000 ഇരട്ടി വിലയുണ്ട് എന്റെ മമ്മിക്ക്. എന്നെപ്പോലെ പ്രിവിലേജ്ഡ് ആയൊരു മോള് ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. സിത്താര ശ്രീനിവാസന്റെ മകള് ഒരു സാധാരണ പെൺകുട്ടിയല്ല മമ്മി. ഷീ ഈസ് സംതിങ് മോർ. ആ സിറ്റുവേഷനില് എന്നെ വളർത്തിയ മമ്മിക്ക് ഇങ്ങനൊരു വാക്കെങ്കിലും ഞാൻ തിരിച്ചു തരണ്ടേ? നാളെ രാവിലെ തന്നെ ഞാൻ പോവും. ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെ പരിഹരിക്കും. ഇപ്പൊ മമ്മി എന്റെ കൂടെ വരണം, ഭക്ഷണം കഴിക്കണം. വരില്ലേ മമ്മി? വരാം. നീ ഈ പറഞ്ഞതൊക്കെ നിന്റെ തീരുമാനങ്ങളാണെങ്കിൽ നിന്നെക്കുറിച്ച് ഏറ്റവും അഭിമാനിക്കുന്നവളായിരിക്കും നിന്റെ മമ്മി. കേട്ടോ? പിന്നെ മീൻ കിട്ടാന്നേ വാങ്ങിക്കുക. ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിക്കാന്ന് വെച്ചാ ഇവിടെ എത്തുമ്പോഴേക്കും അതൊരു വഴിക്കാവും സുരന്തായി. ഇന്നെങ്ങനെയാ നേരത്തെ വരുമോ? അത് പറയാൻ പറ്റില്ലടി. ഇപ്പൊ ഈ ഏരിയയിൽ കച്ചവടം കുറവാ. ഞാനും കൃഷ്ണനും കൂടെ ഇന്ന് പാലപ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടം വരെ ഒന്ന് പോവാ. അവിടെ ഈ വലിയ മാർക്കറ്റും ലേലം വിളിയൊക്കെ ഉള്ളതാ. കച്ചവടം ഇത്തിരി കുറഞ്ഞാലും ഇവിടെ അടുത്തെവിടെയെങ്കിലും പോയാൽ പോരെ നിങ്ങൾക്ക്? എന്റെ തങ്കം, ഈ ലോട്ടറി ടിക്കറ്റിന്റെ കാര്യം എന്ന് പറയുന്നതേ ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ വലിയ സന്തോഷമായിരിക്കും. ആ സന്തോഷം നിലനിൽക്കണമെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇന്നൊരു പ്രൈസ് അടിക്കണം. കഴിഞ്ഞ തവണ നമുക്ക് തന്നെ ആണെങ്കിലും ഒരു സമ്മാനം അടിച്ചതിന്റെ പച്ചപ്പില ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറെ ആളുകൾ എടുത്തെടുത്ത് മടുക്കും. അപ്പൊ ഒന്ന് സ്ഥലം മാറ്റാൻ നിവൃത്തിയില്ലെന്നേ. പോയിട്ട് വരട്ടെ തങ്കേച്ചി, ഗോപാലേട്ടനുണ്ടല്ലോ അവളുടെ കൂടെ. ഗോപാലമാമ പോണ്ടേ? നമുക്ക് പുതിയ സ്ഥലല്ലേ? പോവാ. സുനന്ദേ, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നീ ഇടയ്ക്കൊന്ന് വിളിച്ചാൽ മതി, കേട്ടല്ലോ? അത് ഞാൻ കൃഷ്ണയെ വിളിച്ചോളാം. ഗോപാലേട്ടനോട് എന്തെങ്കിലും പറഞ്ഞാലേ അത് ഈ ചെവി തന്നെ കിടക്കത്തേ ഉള്ളൂ. എന്നാ നീ അവളെ വിളിച്ചോ. അമ്മേ, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ഗോപാലമാമ പോവാ. മോളെ, വാ മോളെ. മോളെ, എന്താ അമ്മേ? എന്താ അമ്മേ? അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ആദ്യമായിട്ട് കാണുന്നത് പോലെ. ഞാൻ പറഞ്ഞില്ലേ, മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ തോന്നുന്നു. ഇന്നലെ രാത്രി കൊണ്ടുണ്ടായ ഭാരമൊക്കെ അങ്ങ് പോയി കാണുന്ന ഞാൻ കരുതിയെ. രാവിലെ അതും കൊണ്ടാണോ എണീറ്റേ? എന്റെ തങ്കം, ആപത്ത് വരുന്നുണ്ട് എന്നും പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാലേ ഇരുന്നിടത്തുനിന്ന് എണ്ണീക്കാൻ ഒരു കാലത്തും നമുക്ക് തോന്നൂല. എന്തൊക്കെ കണ്ടതാ നമ്മള്. വരുന്നത് വരട്ടെ തങ്കം.
എന്നാലും തങ്കത്തിനൊരു ഉറപ്പ് ഞാൻ തരാം. എനിക്കെന്തെങ്കിലും സംഭവിക്കാതെ തങ്കത്തിന്റെ കൃഷ്ണമോൾക്ക് ഒന്നും സംഭവിക്കില്ല. ഇതിൽ കൂടുതൽ എന്ത് ഗ്യാരണ്ടി അമ്മയ്ക്ക് കിട്ടാനുള്ളത്? അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. സുനന്ദേച്ചി, അമ്മയെ വിളിച്ചിട്ടേ അടുത്തിരുത്തിക്കോണം. ഇരുന്നു കൊണ്ട് ചെയ്യാമെന്ന് ചെറിയ എന്തെങ്കിലും പണി ഏൽപ്പിച്ചാ മതി. വെറുതെ ഇരുന്നാലേ എന്റെ തങ്ക സ്വപ്നം കണ്ട് പേടിക്കും. കളിയാക്കിക്കോ. എന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ല. ആ ബാക്കി കൂടെ പറയമ്മേ. നീ ഒരു അമ്മയായി നിന്റെ മോള് രാവിലെ എണീറ്റ് എവിടേക്കെങ്കിലും പോകുമ്പോഴേ നിനക്കത് മനസ്സിലാവൂ. അതും കൂടി ഒന്ന് കേൾക്കണം. ഞങ്ങളെ ലോട്ടറി ഒക്കെ വിറ്റിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നോളാം. എന്നാ എനിക്കൊരു ഉമ്മ തന്നിട്ട് പോ. ഹുയ്യോടാ ഗോപരമ്മ, ഇത് കേട്ടില്ലേ എന്റെ അംഗനവാടിക്ക് വെച്ച് പറയുന്നത്? ഉമ്മ കൊടുത്തിട്ട് പോവാൻ. ഇങ്ങനെയൊക്കെ പറയാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് ഒരു ഭാഗ്യമല്ലേ കൃഷ്ണൻ? പിന്നല്ലാതെ. ഇപ്പൊ സമാധാനായോ? ഇനി ഇതുപോലെ ചിടുങ്ങാൻ പാടില്ല കേട്ടോ. മോളെ, പാലപ്പെട്ടിയിലേക്കുള്ള വണ്ടി പോയാലേ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉള്ളൂ. എന്നാ പോട്ടെ അമ്മേ. എന്താ അമ്മ ഇത്? പോയിട്ട് വരാട്ടോ. ശരി സുനന്ദേച്ചി. ശരി, വാ ഗോപരമ്മ. തങ്കേച്ചി, എന്താ ഇത്? തങ്കേച്ചി ഇങ്ങ് പോര്, നമുക്ക് അകത്തേക്ക് പോവാം. ദേ, നമ്മൾ നമ്മുടെ സങ്കടങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാലേ ഒരന്തവും കുന്തവും ഉണ്ടാവില്ല. ഒന്നും ആലോചിക്കാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. തങ്കേച്ചി ഇങ്ങ് വന്നേ, വാ.